നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 1044th day. Today 52nd sloka of Prathama Skanda 13th chapter. For details please see the other version. Om Namo Bhagavate Vasudevaya. Om Shri Krishna Paramatmane Namah. Hari Shri Ganapate Namah. Avignamastu Shri Gurubhyo Namah. Om Tassat. Krishnam Narayanam Vande. Krishnam Vande Vrajapriyam. Krishnam Dvaipayanam Vande. Krishnam Vande Prathasudam. Om Tassat. ശ്രീമദ് മഹാഭാഗവതം ഒരു ദിവസം ഒരു ശ്ലോകം 1044 ദിവസം പ്രഥമസ്കന്ധത്തിലെ 13ാമത്തെ അധ്യായത്തിലെ 52ാമത്തെ ശ്ലോകം. സ്നാത്വാനുസ്സവനം തസ്മിൻ ഭൂത്വാ ചാഗ്നീന്യഥാവിധി അഭക്ഷ ഉപശാന്താത്മാ സ ആസ്തേ വിഗതേശന. ഓം തത്സത് പറയുകയാണ്. അവിടെ നിന്നും വടക്കോട്ട് പോയി ഹിമവൽപാശത്തിലേക്ക് പോയി അവിടെ സപ്തസ്രോതസ്സിന നദിയുടെ തീരത്തിൽ അവർ വസിക്കുന്നു. അവർ അവിടെ എപ്രകാരം വസിക്കുന്നു എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. 3 സന്ധ്യകളിലോടത്തോറും കുളിച്ച് അഗ്നിഹോത്രം മുതലായവ ചെയ്ത് 3 സന്ധ്യ, പ്രാതസന്ധ്യ, മധ്യാഹ്ന സന്ധ്യ, സായം സന്ധ്യ, ഈ 3 സന്ധ്യകളിലും 3 കാലങ്ങളിലും സ്നാനം, അഗ്നിഹോത്രം മുതലായ നിയമങ്ങളെയൊക്കെ അനുഷ്ഠിച്ച് തീർത്ഥ ജലം മാത്രം ആഹാരമായിട്ട് ഉപയോഗിച്ച് മനസ്സിനെ വിഷയങ്ങളിൽ നിന്ന് അടർത്തി പുത്രാദികളെക്കുറിച്ചുണ്ടാകുന്ന സ്നേഹം ഇതായിട്ടുള്ള ഭാര്യ, ധനം, പുത്രൻ, ഇതിലുള്ള സ്നേഹാതിശയത്തെയാണ് ഏഷണ എന്ന് പറയുന്നത്. ആ ഏഷണാദി ഗുണത്രയത്തെ എല്ലാം ഉപേക്ഷിച്ച് അതൊക്കെ അടക്കിയിട്ട് യമനിയമാദികളെയൊക്കെ പാലിച്ചുകൊണ്ട് അവർ ആ സ്രോതസ്സിൻ്റെ തീരത്ത് സുഖമായിട്ടിരിക്കുന്നു. അവരെക്കുറിച്ച് വിഷമിക്കേണ്ട എന്ന് കാണിക്കുകയാണ്. അവിടെ അതായത് ധൃതരാഷ്ട്രവും ഗാന്ധാരിയും വിതുരരും എപ്രകാരം വസിക്കുന്നു എന്ന് പറയുകയാണ്. ശ്ലോകം ഒരിക്കൽ കൂടി. സ്നാത്വാനുസ്സവനം തസ്മിൻ ഭൂത്വാ ചാഗ്നീന്യഥാവിധി അഭക്ഷ ഉപശാന്താത്മാ സ ആസ്തേ വിഗതേശന. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യസുഖത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്ലോകം ഭഗവാന്റെ തൃക്കാർക്ക് സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.